ഓക്കെ, ഞാനിവിടെ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയറായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്രോമിൽ കയറിയിട്ട് sweb.versal.app എന്നുള്ള വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആ പേജിൽ കയറിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആൻഡ്രോയിഡ് ആപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് ഡൗൺലോഡ് അഗെയിൻ എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഓപ്പൺ നിൽക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഇതിപ്പം നമ്മുടെ ഗൂഗിൾ പേയുടെ ഒരു ഫീച്ചറാണ്. അപ്പോൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് സ്കാൻ ആകും. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിലോട്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. എന്നിട്ട് ആപ്പിൽ ഈ ഡണ്ണും ഉണ്ട് ഓപ്പണും ഉണ്ട്. അതിനകത്ത് ഈ ഓപ്പണിൽ നിൽക്കി നമ്മൾ ഈ ആപ്പിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പേജ് വിസിബിൾ ആവും. ഇവിടെ ഇപ്പോൾ നമ്മൾ പുതിയൊരു ഓപ്പറേറ്ററിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എ 3-day ട്രയൽ ഇതേ ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ഏതാണ് നമ്മുടെ കേബിൾ ടി വിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TV കേബിൾ എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ആരാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേര് കൂടി. ഇപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. ഇപ്പം tv@gmail.com ആ ഒരു ഇമെയിൽ ID ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത്. എന്നിട്ട് നമ്മളൊരു വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് നമ്മൾ മറന്നു പോകരുത്. ആ പാസ്വേഡ് നമുക്ക് പിന്നെ റീസെറ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. 1 2 3 4 5 6 എന്ന് വരെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ട്രയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോഴത്തേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ടാണ് നമുക്ക് നേരെ വന്ന് കയറുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ട്രയൽ അക്കൗണ്ട്. ഈ ട്രയൽ അക്കൗണ്ടിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലാൻസിൽ കയറിയിട്ട് ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ ഒരു 3 പ്ലാനാണ് കിടക്കുന്നത്. ആ 3 പ്ലാന് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. 3 പ്ലാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് പുതിയൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. പ്ലാൻ നോക്കിയിട്ട് പ്ലാനിൻ്റെ എമൗണ്ട് എത്രയാണ്. ഇപ്പോൾ ഒരു 260 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 260 എൻ്റർ ചെയ്യുക. ഇവിടെയും 260 എൻ്റർ ചെയ്യുക. ഇവിടെയും 260 എൻ്റർ ചെയ്യുക. എന്നിട്ടിപ്പോൾ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിനെ ആഡ് ചെയ്യുക. ഇവിടെ ഒരു വർക്കറിനെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിവിടെ വർക്കറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വർക്കർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മളിവിടെ. ഇപ്പോൾ വർക്കർ 1 എന്നുള്ളൊരു പേരിലാണ് അയാളുടെ ഇത്. അയാളുടെ ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID തന്നെ കൊടുക്കണം. worker1@gmail.com എന്നുള്ളൊരു ഇമെയിൽ ID ആണ് ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതിനും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വർക്കറിന് ഇതിൽ കയറി അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അയാൾക്ക് ഇപ്പോൾ ഈ ഓരോ വർക്കേഴ്സിനും ഓരോ ഏരിയ ഡെസിഗ്നേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇയാളുടെ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ 1 ആണ് ഇയാളുടെ ഏരിയ. അത് വെച്ചിട്ട് ആഡ് വർക്കർ കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒരു വർക്കർ ക്രിയേറ്റ് ആയി. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന് നമ്മൾ ആഡ് ചെയ്തു, ഇത് ആഡ് ചെയ്തു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ TV കേബിൾ എന്നും പറഞ്ഞിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്യുക. ടെസ്റ്റ് അഡ്രസ്സ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്.
അത് ആഡ് ചെയ്തു. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഇത് ഇത്രയും വെച്ചിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യുക. നമുക്കിവിടെ കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നത് 2 രീതിക്ക് ആഡ് ചെയ്യുക. ഒരെണ്ണം മാനുവലി ഓരോ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സൽ ഫയലിലുള്ളതാണെങ്കിൽ ആ എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു കസ്റ്റമർ 1 എന്ന് വെച്ചിട്ട് അയാളുടെ മൊബൈൽ നമ്പരും ഇതിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പേരും മൊബൈൽ നമ്പറും മാൻഡറ്ററി ആണ്. അത് രണ്ടും അടിച്ച് അഡ്രസ്സ് കൊടുക്കണം. ഏരിയ ഇപ്പോൾ ഏത് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വർക്കറിന് ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഏരിയ വെച്ച് നമുക്ക് ആ ഏരിയ ഇവിടെ അസൈൻ ചെയ്യണം. പ്ലാൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 260 പ്ലാൻ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് 260 ആയിരിക്കും പ്ലാൻ കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. വർക്കർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കറിനെ അസൈൻ ചെയ്യുക. പിന്നെ നമുക്കിവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് ബോക്സ് ഉണ്ടെങ്കിൽ സെറ്റപ്പ് ബോക്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പിന്നെ ഈ ഗെറ്റ് കറൻറ്റ് ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, പ്ലാൻ എന്നാണ് തുടങ്ങിയത്, പിന്നെ സബ് ഐ ഡി. ഇപ്പോൾ ഏരിയ 1 ഫസ്റ്റ് സബ്ബാണ്, അപ്പോൾ ഇത് നമ്മൾ 1 കൊടുത്തു. പിന്നെ CRF നമ്പർ നമ്മളുടെ ഉള്ളത് നമ്മൾ മാനുവലി എൻ്റർ ചെയ്യണം. എക്സലിലാണെങ്കിൽ ആ എക്സലിൽ തന്നെ നമുക്കത് ചെയ്ത് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ ആ ഡ്യൂ എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ എടുത്തിട്ട് ഇയാൾക്ക് ഒരു 100 രൂപ ഞാൻ ഡ്യൂ വെച്ച്, എന്നിട്ട് ആഡ് കസ്റ്റമർ കൊടുത്തു. കസ്റ്റമറിന് ഇവിടെ അയാൾക്ക് 100 രൂപ ഡ്യൂ വെച്ച് അയാളുടെ ഇത് ക്രിയേറ്റായി. അതേസമയം നമ്മളിത് എക്സൽ വെച്ച് ഇമ്പോർട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് ഈ ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്കിവിടെ കിട്ടും. ആ ടെംപ്ലേറ്റിൽ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്തിട്ട് അത് ചെയ്യാം. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ആപ്പിലല്ല, ഒന്നെങ്കിൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ ബ്രൗസറിൽ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ PC കമ്പ്യൂട്ടറിൽ ചെയ്യണം. കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ എക്സൽ ഫയൽ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളത് ഏത് വർക്കറിന് അസൈൻ ചെയ്യണമെന്നുള്ളതാണ്. ഈ സെലക്ട് വർക്കറിൻ്റെ അവിടെ ഇപ്പോൾ ഇയാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ എക്സൽ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ വർക്കറിൻ്റെ അണ്ടറിലായിരിക്കും അത്രയും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ആകുന്നത്. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ തെർമൽ പ്രിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഒരു പ്രിൻ്റർ എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ESC POS പ്രിൻ്ററാണ്. അത് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രിൻ്ററാണ്. ആ പ്രിൻ്ററിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് നമ്മുടെ ഡിവൈസുമായിട്ട് പെയർ ചെയ്യണം. പെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആപ്പിൻ്റെ അകത്ത് ഈ ഒരു പ്രിൻ്ററിൻ്റെ പച്ചപ്പടമില്ല താഴെ, അതേ ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കണം. അലോ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലൂടൂത്തിലുള്ള എല്ലാ പ്രിൻ്ററിൻ്റെ ഇതും കാണിക്കും. എൻ്റെ ഇതിലിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BT പ്രിൻ്റർ 54A8 എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻ്ററാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ ഞാൻ അതേ ക്ലിക്ക് ചെയ്യുകയാണ്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട പ്രിൻ്റർ സെറ്റായെന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രിൻ്റർ സെലക്ട് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ സെറ്റിങ്സിൽ നെക്കിയിട്ട് നമ്മൾ താഴത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണിക്കും പ്രിൻ്ററിൻ്റെ പേര് ഏതാണെന്നുള്ളത്. പിന്നെ നമുക്ക് പ്രിൻ്ററിനെ മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റും. ഇവിടെ എല്ലാ ഡിവൈസസും കാണിക്കും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മന്ത്ലി ബില്ലിങ് ഏത് ദിവസം ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ കോളത്തെ നോക്കിയിട്ട് ഇപ്പോൾ 28-ാം തീയതിയാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ 28 ആയതുകൊണ്ട് എല്ലാ മാസവും 28-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ബില്ലിങ് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട്
ഈ ഓട്ടോ പ്രിൻ്റ് ആഫ്റ്റർ കളക്ഷൻ എന്നുള്ള ബട്ടണിൽ നമ്മൾ ഇത് ഓണാക്കി ഇടുവാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് കളക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് വരും ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ ബില്ല് റൺ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൺ മന്ത്ലി ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് റൺ മന്ത്ലി ബില്ലിംഗ് എന്നുള്ളത് റൺ ചെയ്യുക. കണ്ടാ, അപ്പോൾ ഇവിടെ നമ്മൾ റണ്ണായി. എന്നാണ് റണ്ണായത് അതെല്ലാം ഇവിടെ കാണിക്കും. അത് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഇവിടെ കാണിക്കും. 25 ജൂലൈ 26 ഈ 16:34 ഒരു വട്ടം റണ്ണായത്. അത് നമ്മുടെ ഇവിടെ കസ്റ്റമറിൻ്റെ അകത്തും 100 രൂപയായിരുന്നു നമ്മൾ നേരത്തെ ഡ്യൂ ആയിട്ട് ഇട്ടിരുന്നത്. അതിൻ്റെ കൂടെ അയാളുടെ പ്ലാൻ 260 കൂടി അപ്ഡേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറിൻ്റെ അകത്ത് ഡൗൺലോഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതും നമ്മുടെ സിസ്റ്റത്തിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൻ്റെ ബ്രൗസറിലോ ആയിരിക്കും നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത ബാക്കപ്പ് നമുക്ക് വേണമെങ്കിൽ എപ്പോഴെന്തെങ്കിലും ഡാറ്റയിൽ കറപ്ഷൻ തോന്നുവാണെങ്കിൽ നമുക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്യാം. എല്ലാ പ്രാവശ്യവും നമ്മുടെ മന്ത്ലി ബില്ല് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അതിന് ശേഷം നമ്മൾ കളക്ഷന് പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ എറർ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഡാറ്റയിൽ കറപ്ഷൻ ഒന്നും വരത്തില്ല. അതിന് പറ്റുന്നൊരു ഇതാണ്. പിന്നെ നമുക്ക് പാസ്വേഡ് മാറ്റണമെങ്കിൽ ഇത് ഇവിടെ കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് പുതിയ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ബില്ല് അടിച്ചിപ്പോൾ കാണിച്ചു തരാം. മെയിൻലി ഇവിടെ ഫിൽറ്ററിങ് ഉണ്ട് ബില്ലിങ്ങിൻ്റെ അകത്ത്. ഇപ്പം ഞാനിവിടെ നേരത്തെ ഏരിയ 1 ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഏരിയ 1 കാണിക്കും. ഇപ്പോൾ ഏരിയ 1 നമുക്ക് ഫിൽറ്റർ ചെയ്യാം, സബ് ഐഡിയുടെ ഇതിൽ ഫിൽറ്റർ ചെയ്യാം, ആൽഫബറ്റിക്കലി ഫിൽറ്റർ ചെയ്യാം. ഇപ്പം ഞാൻ ഈ കസ്റ്റമർ 1ൻ്റെ ബില്ലൊരെണ്ണം ഞാനിപ്പോൾ അടിച്ച് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഇതേ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ അയാൾ തരുന്ന എമൗണ്ട് പ്ലാൻ എമൗണ്ട് നമ്മൾ 260 ആണ് അയാളുടെ പ്ലാൻ എമൗണ്ട്. അയാൾ അത് മാത്രമേ തരുന്നുള്ളെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് കളക്ട് ചെയ്താൽ മതി. ഇല്ല അയാൾ ഡ്യൂ എമൗണ്ടും എല്ലാം തന്ന് ബില്ല് ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഈ 360 ക്ലിയർ ടിക്ക് ചെയ്യുക. അല്ലാതെ അയാൾ വേറെ എന്തെങ്കിലും കസ്റ്റമായിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ 260 തന്നില്ല 360 തന്നില്ല അയാൾ 100 രൂപ തന്നുള്ളെങ്കിൽ ഈ 360 ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക 100 എന്ന്. എന്നിട്ട് കളക്റ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഇതായി. അപ്പോൾ എത്ര രൂപ ന്യൂ ബാലൻസ്, ഏത് പ്രിൻ്ററിലാണ് പ്രിൻ്റ് പോയിരിക്കുന്നത്, ഇത് പ്രിൻ്റ് റെസിപ്റ്റ് വെക്കുവാണെങ്കിൽ പ്രിൻറ്റും പോയി. പിന്നെ വാട്സപ്പ് റെസിപ്റ്റ് നമ്മളിതേ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ കസ്റ്റമറിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലോട്ട് ഈ ചെയ്യുന്ന ഫോണിലും വാട്സപ്പ് വേണം. അപ്പോൾ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെസ്സേജിൻ്റെ സ്ട്രക്ചർ വരും. ഇപ്പം ഞാനിവിടെ കസ്റ്റമറിനെ ഇവിടെ ഒരു വാട്സപ്പ് റെസിപ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതേ നോക്കി. അപ്പോൾ ഞാൻ കൊടുത്ത നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് ഫോൺ നമ്പർ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ ബാക്ക് അടിച്ചു, അതിൽ പോയി. എന്നിട്ട് ബാക്ക് ടു ബില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 രൂപയുടെ അത് ക്ലിയറായി. പിന്നെ ഈ ഒരു ബില്ല് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഈ സമ്മറി എന്ന് പറയുന്നതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഈ ബില്ല് കളക്ട് ചെയ്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്യാൻസൽ നോക്കിയിട്ട് ക്യാൻസൽ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 100 രൂപ ആ ബില്ല് ക്യാൻസലാകും. അപ്പം നേരത്തെ ആ 360 അകത്തുനിന്ന് 100 രൂപ നമ്മൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്തതായിട്ട് കാണിച്ച് അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് പിന്നെ അയാളുടെ എമൗണ്ട് 360 തന്നെ വന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇവർ ബില്ല് കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് അവിടെ നിന്ന് പറയുവാണ്. അങ്ങനെയാണ് ഈ ന്യൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ പേരും ഫോൺ നമ്പരും എന്താണ് ഇഷ്യൂ എല്ലാം വെച്ച് ഒരു കംപ്ലൈൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അഡ്മിൻ പേജിൽ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഷീറ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ
ബില്ലിങ്ങിൻ്റെ പേജിൻ്റെ അകത്ത് മേളിലായിട്ട് ഹാൻഡ് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏത് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹാൻഡ് ഷീറ്റ് കിട്ടാം. പിന്നെ ഈ ഹാൻഡ് ഷീറ്റും പ്രിൻ്റ് എടുക്കുന്നത് കമ്പ്യൂട്ടറിൽ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഞാനിപ്പോൾ അടുത്തൊരു ക്ലിപ്പിൻ്റെ അകത്ത് ഒരു വർക്കറിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് വർക്കറിനുള്ളൊരു വീഡിയോ ചെയ്ത് തരാം.